നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പറയാണ്. കുറുമ്പൻ ദൈവത്താൻ എന്ന് പറഞ്ഞു. കുറുമ്പൻ ദൈവത്താൻ്റെ ജന്മദേശം എവിടെയാണെന്നറിയാമോ? എവിടെയാണ്? ചെങ്ങന്നൂരിലുള്ള ഇടയാറന്മുള. ചെങ്ങന്നൂരിലുള്ള ഇടയാറന്മുള എന്ന സ്ഥലത്താണ് കുറുമ്പൻ ദൈവത്താൻ്റെ ജന്മദേശം. അതുപോലെ കുറുമ്പൻ ദൈവത്താൻ്റെ ബാല്യകാല നാമം എന്താണെന്നറിയാമോ? കുറുമ്പൻ ദൈവത്താൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? നടുവത്തമ്മൻ. എന്താണ്? കുറുമ്പൻ ദൈവത്താൻ്റെ ബാല്യകാല നാമം നടുവത്തമ്മൻ എന്നായിരുന്നു. ഓർത്തു വെച്ചോണം, നടുവത്തമ്മൻ എന്നതായിരുന്നു കുറുമ്പൻ ദൈവത്താൻ്റെ ബാല്യകാല നാമം. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കുറുമ്പൻ ദൈവത്താൻ. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ ആൻസർ കുറുമ്പൻ ദൈവത്താനാണ്. അതുപോലെ തന്നെ 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചതാരായിരുന്നു? കുറുമ്പൻ ദൈവത്താൻ. 1917 കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ കുറുമ്പൻ ദൈവത്താൻ 1917 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവും. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1917 അതുപോലെ പറയുകയാണെങ്കിൽ 1924 കുറുമ്പൻ ദൈവത്താൻ തൻ്റെ നേതൃത്വത്തിൽ ദലിതർ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആരാധന നടത്തുകയുണ്ടായി. ഓർത്ത് വെച്ചുകൊള്ളുക, 1924 കുറുമ്പൻ ദൈവത്താൻ്റെ നേതൃത്വത്തിൽ ദലിതർ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എന്ത് നടത്തുകയുണ്ടായി? ആരാധന നടത്തുകയുണ്ടായി. ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മഹാദേവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പടിഞ്ഞാറ നടയുള്ളത് എവിടെയാണ്? ചെങ്ങന്നൂരിലാണ്. ചെങ്ങന്നൂരിലെ പടിഞ്ഞാറൻ നട എന്ന് പറയുമ്പോൾ വളരെ ഫേമസ് ആണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് പോയി തൊഴുതിട്ടുള്ള ഒരു അമ്പലമാണ് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. കാരണം നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ചെങ്ങന്നൂർ പോകുമ്പോൾ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയി തൊഴാറുണ്ട് കേട്ടോ. കേരളത്തിൽ തന്നെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്, ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അതുപോലെ തന്നെ 1924 ദലിതർ എന്ത് ചെയ്തു? ദലിതർ കുറുമ്പൻ ദൈവത്താൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എന്ത് നടത്തുകയുണ്ടായി? ആരാധന നടത്തുകയുണ്ടായി. അതുപോലെ കുറുമ്പൻ ദൈവത്താൻ്റെ ഗുരു ആരായിരുന്നു? കൊച്ചുകുഞ്ഞ് ആശാൻ. ഓർത്ത് വെച്ചുകൊള്ളുക, കുറുമ്പൻ ദൈവത്താൻ്റെ ഗുരു ആരാണ്? കൊച്ചുകുഞ്ഞ് ആശാൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? നവോത്ഥാന